മലപ്പുറത്ത് ശൈശവ വിവാഹത്തിന് നീക്കം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14 വയസ്സുകാരുടെ വിവാഹ നിശ്ചയം പോലീസ് എത്തി തടഞ്ഞു. അതിന് ആ ഒരു വാർത്തയെ ചൊല്ലിയിട്ട് ഏഷ്യാനെറ്റിലെ കമൻറ്റുകൾ വന്ന വർഗീയ പരാമർശനം എത്രത്തോളം എന്ന് വെച്ചാൽ ഖുർആനിനെ അതോടൊപ്പം ഹബീബ നബിയെ കളിയാക്കിയിട്ട് നമ്മുടെ ഓരോ മഹലിലുള്ള ആളുകളും കൃത്യമായിട്ട് പാലിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളുള്ള കുടുംബമാണെങ്കിൽ, അവർ പഠിക്കാൻ തയ്യാറുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവരെ പരമാവധി പഠിപ്പിക്കാനുള്ള സ്കോളർഷിപ്പ് മഹല്ല് കമ്മിറ്റി മഹല്ല് ഏർപ്പെടുത്തണം. പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 8ൽ പഠിക്കുന്ന കുട്ടി ഗർഭിണിയായി, കുട്ടികൾ ഇയാളുടെ കൂടെ പോയി മറ്റാളുടെ കൂടെ പോയി, ഈ രീതിയിൽ വാർത്തകൾ കേൾക്കുന്ന ഒരു ശരാശരി രക്ഷിതാവിൻ്റെ മനസ്സിനുള്ളിലൊരു ആദ്യം എന്തിരിക്കും, ഇത്രയും പെട്ടെന്ന് അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന രീതിയിലായിരിക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഇന്ന് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടൊരു വാർത്തയാണ്. ഈ വാർത്ത ഞാൻ ഭയങ്കര ഷോക്കായി. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ, എൻ്റെ നാടിനടുത്താണ് കാടാമ്പുഴയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ശ്രമിക്കുന്നത്. വിവാഹ നിശ്ചയമാണ് നടക്കുന്നത്. 9ാം ക്ലാസ്സിലാണ് പെൺകുട്ടി പഠിക്കുന്നത്. 10-14 വയസ്സല്ലേ ഉണ്ടാവുള്ളൂ. ആ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടത്തുന്ന വരൻക്കെതിരെ കേസായി, അതുപോലെ ബന്ധുക്കൾ കുറച്ച് ആളുകൾക്കെതിരെ കേസായി ഒരു വാർത്ത നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇങ്ങനെ മലപ്പുറത്തൊരു കല്യാണം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നടത്തിയിട്ടുണ്ടോ? അതിൽ ആ ഒരു വാർത്തയെ ചൊല്ലിയിട്ട് ഏഷ്യാനെറ്റിലെ കമൻറ്റുകൾ വന്ന വർഗീയ പരാമർശനം എത്രത്തോളം എന്ന് വെച്ചാൽ, അവർ മുസ്ലിം മുസ്ലിം മത നിയമങ്ങൾ, ഖുർആനിനെ അതോടൊപ്പം ഹബീബ നബിയെ കളിയാക്കിയിട്ട്, അവിടുത്തെ പാർട്ടിയെ കളിയാക്കിയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നിങ്ങൾ ഏഷ്യാനിൽ വന്ന ഒരു വാർത്തയൊന്ന് കാണുക ആദ്യം. മലപ്പുറത്ത് ശൈശവ വിവാഹത്തിന് നീക്കം. മാറാക്കര മരവട്ടം പത്തായക്കലിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14 വയസ്സുകാരുടെ വിവാഹ നിശ്ചയം പോലീസ് എത്തി തടഞ്ഞു. പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ കാടാമ്പുഴ പോലീസ് കേസെടുത്തു. ഇന്നലെയായിരുന്നു 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരുന്നത്. ഇതിനായി വരന്റെ വീട്ടുകാരും ചില ബന്ധുക്കളും പെൺകുട്ടിയുടെ വീട്ടിലെത്തി. വിവരമറിഞ്ഞെത്തിയ കാടാമ്പുഴ പോലീസ് ചടങ്ങ് തടഞ്ഞു, കേസെടുത്തു. പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പ്രതിസുത വരനും അയാളുടെ വീട്ടുകാർക്കും ചടങ്ങിനെത്തിയ 10 പേർക്കുമെതിരെയാണ് കേസ്. വിവാഹം ഉറപ്പിക്കൽ നടക്കുന്നുവെന്നറിഞ്ഞ് സമീപത്തെ ഒരു സാമൂഹ്യ പ്രവർത്തക 2 ദിവസം മുമ്പ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഇത് നിയമവിരുദ്ധമാണെന്നും പിന്മാറണമെന്നും പറഞ്ഞിരുന്നു. സാമ്പത്തിക പ്രയാസത്തിലാണെന്നും പിതാവ് സംരക്ഷിക്കാനില്ലാത്ത കുട്ടിയെ വേഗത്തിൽ വിവാഹം ചെയ്തു വിടുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും പറഞ്ഞ് വീട്ടുകാർ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. പ്രായപൂർത്തിയായ പ്രതിസുത വരൻ കൂലിപ്പണിക്കാരനാണ്. നന്നായി പഠിക്കുന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ വിവാഹത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. അത് വീട്ടുകാരെ അറിയിച്ചെങ്കിലും അമ്മ സമ്മതിച്ചില്ല. അമ്മ നിർബന്ധിച്ചപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. പഠിക്കണമെന്നും സഹായിക്കണമെന്നും പെൺകുട്ടി പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് അറിയിച്ചതനുസരിച്ച് CWC പ്രവർത്തകരെത്തി കുട്ടിയെ ഏറ്റെടുത്ത് സംരക്ഷണ കേന്ദ്രമായ സ്നേഹിതയിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു വാർത്തയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പാവങ്ങളാണ്, ആ കുട്ടിയെ നോക്കാനും വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഒരു രക്ഷിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം എന്നൊരു രക്ഷിതാക്കളുടെ താല്പര്യത്തിലാണ് ഈ വിവാഹം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാമൂഹ്യ പ്രവർത്തക കൊണ്ടുപോയി പരാതി കൊടുക്കുമ്പോഴാണ് ഇതൊരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു പേരൻസിന് കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ല. 2, അവരുടെ സാമ്പത്തിക സ്ഥിതി. മറ്റൊന്ന്, കൃത്യമായുള്ളൊരു ധാരണയില്ലായ്മ. പിന്നെ ഒന്ന്, അത് നടന്നത് എന്തല്ല, ഒരു വിവാഹം പോലുമല്ല. ഒരു സാധാരണ ഒരു വിവാഹം പരസ്പര ധാരണയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സീറ്റ്സുകൾ കൊടുക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതികളോ ഒക്കെ മലബാർ മേഖലകളിൽ നടക്കാറുണ്ട്. ആ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രക്രിയ മാത്രമാണ്. പക്ഷേ അത് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത. ഇതിൽ 2-3 ലെയറുകളാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വിവാഹം നടക്കുന്നതെന്ന് വെച്ചാൽ, ഇതൊന്നാമത് നടന്നൊരു വിവാഹമല്ല, മറിച്ച് വിവാഹ നിശ്ചയമാണോ എന്ന് ചോദിച്ചാൽ പരസ്പരം കണ്ട് ആ കുട്ടിയുടെ രക്ഷാകർത്തിത്വം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് വന്നെത്തിച്ചപ്പോൾ അത് ഏൽപ്പിച്ചു കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു വിവാഹ നിശ്ചയമാണ് എന്ന രീതിയിലേക്ക് ഈ വാർത്തകൾ വന്നു. ഇനി ഇതിനെ ചൊല്ലിയിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഇസ്ലാമിക വിരുദ്ധമായ വർഗീയ കമൻറ്റുകൾ നിങ്ങൾ കാണണം. ഈ രക്ഷിതാക്കളുടെ ഒരു ബോധമില്ലായ്മയാണ്. പണ്ടൊക്കെ 10, 12, 13 വയസ്സിലൊക്കെ കല്യാണങ്ങൾ നടന്നു. അന്നൊക്കെ അത് സാമൂഹിക ശീലിയായിരുന്നു. ഇന്നങ്ങനെയല്ല. ശരിക്കും നമ്മുടെ ഓരോ മഹലിലുള്ള ആളുകളും കൃത്യമായിട്ട് പാലിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളുള്ള കുടുംബമാണെങ്കിൽ, അവർ പഠിക്കാൻ തയ്യാറുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവരെ പരമാവധി പഠിപ്പിക്കാനുള്ള സ്കോളർഷിപ്പ് മഹല്ല് കമ്മിറ്റി മഹല്ല് ഏർപ്പെടുത്തണം. എന്തിനൊക്കെ നമ്മൾ ഫണ്ട് കൊടുക്കുന്നുണ്ടോ, ഏതിനൊക്കെ നമ്മൾ കാശ് ചിലവാക്കുന്നുണ്ട്, ആ ചിലവാക്കുന്ന കാശിൽ ഒന്ന് ഇത്തരത്തിൽ പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയിട്ട് അവരുടെ, നിങ്ങൾ വേറെ എന്തിന് കാശ് കൊടുത്താലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. പക്ഷേ വിദ്യാഭ്യാസത്തിന് കാശ് കൊടുത്ത് നോക്ക്, വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുന്നൊരു സംഗതിയല്ലല്ലോ. അവരൊരു ജോലി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ റഹ്മത്തും അതിൻ്റെ ബർക്കത്തൊക്കെ ആ ഒരു ആളുകൾക്ക് മുഴുവനും ഉണ്ടാവില്ലേ.
മറിച്ച് ഇവിടെ നമ്മുടെ ഒരു സംവിധാനം വെച്ചാൽ മഹല്ല് സംവിധാനം എന്ന് വെച്ചാൽ കുറച്ച് ഭക്ഷണം കൊടുക്കണേലും ഇതുപോലെ എന്തെങ്കിലും വയത് നടത്തുന്നതിലും അല്ലെങ്കിൽ ദിക്റുമജലിസ് നടത്തുന്നതിലും ഇതൊന്നും നടത്തിയത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ നിങ്ങൾ ആ ഒരു വ്യാഖ്യാനിക്കേണ്ട. അതിനോടൊപ്പം ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും കൂടി ചെയ്യണം. പല മഹലുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കൃത്യമായുള്ള ഒരു സാമൂഹിക അവബോധമില്ല. ആ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹ നിശ്ചയ പ്രക്രിയക്ക് വരാൻ പാടില്ല. കുട്ടികൾ പഠിക്കേണ്ട സമയമാണ്. കുട്ടികൾ നന്നായിട്ട് പഠിച്ച് 10-19 വയസ്സാകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതെന്നുള്ളൂ. പക്ഷേ ഇത് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ഇസ്ലാമിക വിരുദ്ധമായ രീതിയിലേക്ക്, ഇസ്ലാമിനെ എതിർക്കുന്ന രീതിയിലേക്കാണ് ആളുകൾ കമൻ്റ് ഇട്ടത്. നിങ്ങൾ ഇതിൽ വന്ന ഏഷ്യാനിൽ വന്നതിൻ്റെ കമൻറ്റുകൾ, പ്രധാനപ്പെട്ട ചില കമൻറ്റുകളൊന്ന് കണ്ടു. നിങ്ങൾ 2025 2050 പോയിക്കോളൂ, പക്ഷേ ഞങ്ങൾ 6 തുണ്ടൽ തന്നെ ഉറച്ചു നിൽക്കും. ഇത് കളിയാക്കിക്കൊണ്ട് ഇസ്ലാമിനെ കളിയാക്കണ ഈ വാർത്ത കണ്ടിട്ട് വേറൊരാൾ എഴുതിക്കണം, അനീഷ് സമാധാന മതക്കാരുടെ പെണ്ണുങ്ങൾക്ക് സ്വർഗം എന്നാണല്ലോ പറഞ്ഞത്. അതിനൊക്കെ ഒരു അക്സനി ബാക്കവി മറുപടി കൊടുക്കുന്നുണ്ട്. എന്തിനാണ് മറുപടി കൊടുക്കുന്നത്? വരൻ അറബിയാണോ പാകിസ്ഥാനിയാണോ പ്രബുദ്ധ മലയാളി ശൈശവവാദത്തിന് തയ്യാറാകുമെന്ന് കരുതുന്നില്ല. യൂത്ത് ലീഗ് പ്രതികരിച്ചോ? വേറൊരുത്തന്നെ വക. കേരളത്തിൽ പുരോഗമന രാജ്യങ്ങൾ അംഗീകരിക്കുന്ന നിയമങ്ങളെ അംഗീകരിക്കാതെ മനുഷ്യകുലത്തിന് ഭൂഷണമല്ലാതെ വൃത്തികെട്ട മതനിയമം. ഇപ്പോൾ ഇതിൽ മതനിയമം, ഇപ്പോൾ ഇത് വിഷയം ഇപ്പോൾ മനസ്സിലായല്ലോ. ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഒരു പരസ്പരം ഒരു മധുരം കൊടുക്കൽ അതേ നടന്നിട്ടുള്ളൂ. അപ്പോഴേക്കത് വിവാഹമാണെന്ന് ചില മാധ്യമങ്ങൾ ഉറപ്പിച്ചു. എന്നിട്ട് കമൻറ്റുകളോ, വേറൊരാൾ നമ്മുടെ മലപ്പുറത്താണിത് സംഭവിക്കില്ല. ഒരാൾ യാ അല്ലാ മലപ്പുറത്തിനെ കളിയാക്കാണ്. വേറൊരാൾ 6 വയസ്സുകാരി 56 വയസ്സുകാരൻ കെട്ടിയാണ് മാതൃക കാണിച്ചുള്ളത്. അപ്പോൾ ഇട്ട മതത്തിൽ അതും ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അതായത് റസൂലുള്ളാഹിനെ കളിയാക്കാണ്. എന്തിന്? ഒരു 19 കൊല്ലം മുമ്പ് EMSൻ്റെ മാതാപിതാക്കളും ഇങ്ങനെ തന്നെയല്ലേ കല്യാണം കഴിച്ചിരുന്നത്? അതൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. മലപ്പുറം ഗോത്രവാണങ്ങൾ. അപ്പോൾ ഈ ഒരു കമൻറ്റുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കമൻറ്റിലുള്ള ഒട്ടൊരു 99.99% എന്താണ്? ഇസ്ലാമിക വിരുദ്ധതയുള്ള വർഗീയത ഉള്ളൊരു മൈൻഡിൽ നിന്നാണ്. അപ്പോൾ ഒരു ഏഷ്യാനെറ്റ് വാർത്തക്കടിയിൽ വന്നൊരു കമൻറ്റാണ് നമ്മൾ ഈ കാണുന്നത്. വേറൊരാൾ അടുത്ത പ്രാവശ്യം മുസ്ലിം ലീഗിന് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. വേറൊരുത്തന്നെ എന്ത് ചെയ്യുന്നത്? മനുഷ്യ സ്നേഹികളുടെ മലപ്പുറത്ത് ഇത് നടക്കില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിയും കൊടുക്കുന്നുണ്ട്. പരിസരവാസികൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവം. 14-കാരിയായ പ്രായപൂർത്തിയായ യുവാവാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ പോലും വീട്ടിലേക്ക് ബോധമില്ലേ? അറബിക്ക് പെൺമക്കളെ വ്യഭിചരിക്കാൻ വിൽക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്, അറബി കല്യാണങ്ങൾ ഉണ്ടായിരുന്നത്. അതാണ് വേറൊന്ന്. മറ്റൊന്ന്, ഞമ്മൻ്റെ രീതിക്ക് ഇത് പ്രായക്കൂടുതലാണ് പുള്ളേ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കമൻറ്റുകളിൽ ഞാൻ കണ്ടിടത്തോളം ഒരു 99.99% എന്താണ്? ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളതൊരു വർഗീയമായത് എന്താ വിഷയം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാതെ, ഇതിപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ അതിന് മുൻപ് ഒരു പരസ്പരം ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ മധുരം കൊടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും അതൊരു വിവാഹമാണ്, വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആക്ഷേപം ഉണ്ടാക്കിയിട്ട് ഈ രീതിയിലുള്ള ഒരു മതവർഗീയ കമൻറ്റുകൾ. നമുക്ക് ശരിക്കും വർഗീയതയുള്ള ആളുകളെ കാണണമെങ്കിൽ സോഷ്യൽ മീഡിയ കമൻറ്റ് എടുത്ത് നോക്കിയാൽ മതി. എത്രത്തോളം മലയാളികൾക്കുള്ളിൽ വർഗീയത ഉണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. പിന്നെ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണെന്നൊക്കെയാണ് ഈ കമൻറ്റുകളുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് വാർത്ത എടുത്ത് നോക്കി, ഞാൻ അത് മൊത്തത്തിൽ വായിക്കണില്ല. അതിൽ വായിച്ചാൽ എനിക്കും വട്ടാവും, ഇത് കേൾക്കണം നിങ്ങൾക്കും വട്ടാവും. പിന്നെ എനിക്ക് മതയോളികൾ, മലപ്പുറത്തായത് ഞാൻ വിചാരിച്ചു കേരളത്തിലായിരുന്നു എന്ന്. മലപ്പുറത്തിനെ ഒരു കേരളത്തിൽ പോലും ഉൾപ്പെടിക്കാതെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി അത് വേണ്ടി ഞാൻ പറഞ്ഞു. വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് കിട്ടിയ സമയത്ത് ഇതൊരു വർഗീയമായ രീതിയിലേക്ക് വഴിമാറ്റാമെന്നുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഇതിലെ കമൻറ്റുകൾ വന്നത്. മറ്റൊന്ന്, ഈ രക്ഷിതാക്കൾക്കുള്ളൊരു അവബോധം കൊടുക്കുന്നതിൽ ആരാണ് ശരിക്കും പരാജയപ്പെടുന്നത്? ഒന്ന് ഞാൻ പറയും, മഹല്ല് കമ്മിറ്റിയുടെ ഒരു പരാജയമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തിനും നരകത്തിനെ കുറിച്ചൊക്കെ അത് പറയുന്നതോടൊപ്പം നമ്മൾ മഹല്ലിൽ ഇറങ്ങി പറഞ്ഞു കൊടുക്കണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണ്. അതിൽ നമ്മൾ ഭൗതികം അല്ലെങ്കിൽ മതപരം എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വിദ്യാഭ്യാസങ്ങളും ആവശ്യങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായൊരു അവബോധമില്ലായ്മ. പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 8ൽ പഠിക്കുന്ന കുട്ടി ഗർഭിണിയായി, കുട്ടികൾ ഇയാളുടെ കൂടെ പോയി മറ്റാളുടെ കൂടെ പോയി, ഈ രീതിയിൽ വാർത്തകൾ കേൾക്കുന്ന ഒരു ശരാശരി രക്ഷിതാവിൻ്റെ മനസ്സിനുള്ളിലൊരു ആദ്യം എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന രീതിയിലായിരിക്കും. ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചതാവാം ഇതുപോലൊരു അബദ്ധത്തിലേക്ക് ഇത് കൊണ്ടെത്തിയിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു വാർത്തയുടെ മറവിൽ നടക്കുന്നത് മറ്റൊന്നാണ്. ഇതൊന്നും വിവാഹം കഴിഞ്ഞതല്ല, വിവാഹ നിശ്ചയം എന്ന രീതിയിലാണ്. ഒരു കാരണവശാലും ഇതൊരു വിവാഹ നിശ്ചയമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. കാരണം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ളൊരു പെൺകുട്ടിനെ പൂർണ്ണമായിട്ടും പഠിക്കേണ്ട ഒരു സമയം പണ്ട് നടന്നിരുന്നു എന്നുള്ളത് ഇന്ന് അത് ചെയ്യാനുള്ളൊരു റീസണേ അല്ല. അപ്പോൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഈ ഒരു വിഷയം കണ്ടിട്ട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ.